എല്ലാവരും പ്രതീക്ഷിച്ചതെന്ന് പറഞ്ഞാൽ ഞാനൊരു ഫീൽ ഗുഡ് ഡ്രാമ ചെയ്യുന്ന ഒരു ഡയറക്ടറാന്നുള്ള ഒരു ടാഗ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അതാണ് പ്രതീക്ഷിച്ചത്. ഞാനിപ്പോൾ നമ്മുടെ ഫസ്റ്റ് പോസ്റ്റർ ഇറങ്ങിയ സമയത്ത് തന്നെ ഈ കുരങ്ങൻ്റെ പോസ്റ്റർ റേഡിയോ പിടിച്ചിട്ടുള്ള പോസ്റ്റർ ഇറങ്ങിയ സമയത്ത് തന്നെ ആൾക്കാർ സെക്കൻഡ് പടം ഫൺ എലിമെൻറ്റ് ആ രീതിയിലാണ് ആൾക്കാരുടെ ഫാസിൽ സാറായിട്ട് നറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫാസിൽ സാറ് പറഞ്ഞതാണ് ഈ ഒരു കണ്ടൻറ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് കണ്ടാണ്. നിങ്ങൾ എത്രത്തോളം ഇത് സീരിയസ് ആയിട്ട് എടുത്തിരുമെന്ന് എനിക്കറിയില്ല. പക്ഷേങ്കിൽ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ നല്ലൊരു ആർട്ടിസ്റ്റിനെ കൊണ്ട് മാത്രമേ ഇത് ജയിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു കാരണം മണിച്ചിത്രത്താഴൻ്റെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. ആ ലെവൽ ഓഫ് സ്ക്രിപ്റ്റാണ് ഇത്. അത്രയും ലേഡാണ്. മൈന്യൂട്ട് ചെറിയൊരു പാളിച്ച വന്നാൽ പോലും ഇത് പാളിപ്പോകുന്ന സബ്ജക്റ്റാണ് എന്ന് പറയുമ്പോഴാണ് എനിക്കുണ്ടായ ഉള്ളിൽ തൈക്കത്തിയാണ്. എവിടെയും നമുക്ക് പാളിച്ച പറ്റിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനൊരു പാളിച്ച കണ്ടിട്ടുണ്ട്, പക്ഷെ അത് ഒരിക്കലും ഞാൻ പറയാൻ പോകുന്നില്ല. ഒരാൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ എവിടെ വേണ്ടിക്കലും നമുക്കിത് പ്ലേസ് ചെയ്യാം. നോട്ട് പാൻ ഇന്ത്യൻ മാത്രമല്ല, ഇത് പാൻ ഗ്ലോബൽ എന്നുള്ള രീതിയിലാണ്. എല്ലാവർക്കും ദേഷ്യമാണ്. ഇവിടെ നിങ്ങളെ പടത്തിന് ടിക്കറ്റ് കിട്ടുന്നില്ല, നീ എങ്ങനെയെങ്കിലും ആക്കിയതാ. ഞാൻ പറഞ്ഞു ഞാനെവിടെ ആക്കി. നമുക്കുണ്ടായിരുന്ന ഒരു കൺഫ്യൂഷൻ, ഇതിൻ്റെ കോംപ്ലിക്കേഷൻ ഏരിയാസ് ഉണ്ട്. അതെല്ലാം എങ്ങനെ ഒരു സാധാരണ ജനങ്ങളിൽ കമ്മ്യൂണിക്കേറ്റ് ആവുന്നുള്ള ഭയങ്കര ടെൻഷൻ. തിയേറ്ററിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ ഫുൾ ഒരു അടഞ്ഞിരിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ അതിൽ മാത്രം ആയതുകൊണ്ടാണ് അറ്റ്ലീസ്റ്റ് ഇത്രയും ടൈം തന്നെ സ്പെൻഡ് ചെയ്യുക. അത് എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ എൻഗേജ്ഡ് അല്ലെങ്കിൽ 100% അവർ മൊബൈൽ എടുക്കും. ഈ മൊബൈൽ എടുത്തിട്ടുണ്ടെങ്കിൽ പണി പാടി. പക്ഷേ ആസി ഭയങ്കര എന്താ പറഞ്ഞാൽ ആ സമയം മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നത് എന്താണ്, നമ്മളൊരിക്കലും അവിടെ വെയിറ്റ് ചെയ്യുന്നത് കണ്ടാൽ മൂപ്പര് എന്താടാന്ന് പറഞ്ഞിട്ട് വരും. അറ്റ്ലീസ്റ്റ് ആ ഒരു പരിഗണന നമുക്ക് തന്നിട്ടുണ്ട്. എനിക്കും സന്ലേഷം മനസ്സിലായി ഇത് നടക്കാൻ പോകുന്നില്ല ഈ പ്രോജക്റ്റ്. സത്യം പറഞ്ഞാൽ കുട്ടേട്ടനെ എടുത്തതാണ് ഏറ്റവും വലിയ ഡിസിഷൻ, നമ്മളെടുത്ത ഏറ്റവും നല്ലൊരു കോളെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കുട്ടേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ ഇത് വേറൊരു പടമായിട്ട് മാറിയാണ്. സോ ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. കിഷ്കിന്ധാടം സിനിമ തിയേറ്ററിൽ വലിയ രീതിയിൽ സ്വീകാര്യത നേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സംവിധായകനായിട്ടുള്ള ദിൻജിത്ത് ഏട്ടനാണ് നമ്മളോടൊപ്പം ഉള്ളത്. സോ നമസ്കാരം. ഈ ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ള ഒരു പെക്യുലാരിറ്റി, ആസിഫ് അലി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സിൽ ഒരാളാണ് ദിൻജിത്ത് ഏട്ടൻ. അപ്പോൾ ആദ്യ സിനിമ ആസിഫ് അലിയുടെ സംഭവിക്കുന്നു, രണ്ടാമത്തെ സിനിമയും ആസിഫ് അലിയുടെ സംഭവിക്കുന്നു. പക്ഷേ ഈ ഒരു 5 വർഷത്തെ ഒരു ഇടവേള ഉണ്ടല്ലോ, ഈ 5 വർഷത്തെ ഇടവേളകൾ എങ്ങനെയാ ടാക്കിൾ ചെയ്ത് ശരിക്കും? ഭയങ്കര കഷ്ടമായിരുന്നു. കഷ്ടം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു പടം അന്ന് അമ്മിണിപ്പിള്ള നല്ല ഇതേപോലെ തന്നെ നല്ല റിവ്യൂ വന്നൊരു പടമാണ് അമ്മിണിപ്പിള്ള എല്ലാം കൊണ്ടും. മീൻസ് പക്ഷെ അത് ആഘോഷിക്കപ്പെട്ടത് ഒരു 8 മാസം കഴിഞ്ഞിട്ട് കോവിഡെല്ലാം വരുന്ന സമയത്തായിരുന്നു. അത് പറഞ്ഞാൽ അതിൻ്റെ പാട്ട് ഹിറ്റായി, അങ്ങനെയുള്ള ഒരു പടം നല്ലതാണെന്നുള്ള പറയാൻ തുടങ്ങി. പക്ഷെ അതെല്ലാം കഴിഞ്ഞു. നല്ല പേരുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ മേക്കേഴ്സ് എന്നുള്ള നിലയിൽ നല്ല പേര് കിട്ടിയ ഒരു സംഭവം. എന്താണ് അമ്മിണിപ്പിള്ളേൻ്റെ ഡയറക്ടർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു സ്വീകാര്യതയുണ്ടായിരുന്നു എല്ലാ സ്ഥലത്തും. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്കെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല, നല്ല കണ്ടൻറ്റ് കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. ലൈക്ക് പല ആൾക്കാരും കഥ പറയുന്നുണ്ട്, പക്ഷേങ്കിൽ നമുക്ക് ഒരു സ്ട്രോങ് ഇതെനിക്ക് ചെയ്യണം തോന്നുന്ന ഒരു കണ്ടൻറ്റ് അതുവരെ കിട്ടുന്നില്ല. അപ്പോൾ എനിക്ക് വേണ്ടിക്കൽ പല ഓഫേഴ്സും വന്നു. ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, ആക്ടേഴ്സും റെഡിയാണ്, ചെയ്യാൻ പറ്റുമോ എന്നുള്ള പല ഓഫേഴ്സും വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ അതിലൊന്നും പോയിട്ട് ചാടിയിട്ടില്ല. എന്താ പറഞ്ഞാൽ ചാടിയിട്ടുണ്ടെങ്കിൽ എന്താ പറഞ്ഞാൽ എപ്പോഴും ഒരു സെക്കൻഡ് പടം എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ടറിൻ്റെ അത് ഹിറ്റാവുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു ഡയറക്ടറിൻ്റെ ഭാഗ്യം. എല്ലാവരും കാണുന്നത് ഇയാൾ നല്ല രീതിയിൽ ചെയ്യുന്ന ഒരാളാണ്, കൺസിസ്റ്റൻസി ഉള്ള ഒരു ഡയറക്ടറാണെന്നുള്ള ഒരു സീല് കിട്ടുക എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് സെക്കൻഡ് മൂവിയാണ്. അപ്പോൾ ഈ സെക്കൻഡ് മൂവി പാളിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര പാളിച്ച. അതും പല ആൾക്കാരും പറയുന്നുണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ പെട്ടെന്ന് ചെയ്യും പടം, എന്തിനാ ഇത്രയും ഡിലേ ആക്കുന്നത്. അപ്പോൾ പക്ഷേ എനിക്ക് കോൺഫിഡൻറ്റ് കിട്ടുന്നില്ല. മീൻസ് നമ്മൾ ചെയ്യുന്നതിനോട് ഭയങ്കര കൂറോട് ലൈക്ക് സത്യസന്ധത പുലർത്തുക എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു പ്രോഡക്റ്റിനോട് ഏറ്റവും അതിൻ്റെ 100% കൊടുക്കുക. അങ്ങനെ എനിക്ക് തോന്നിയൊരു സ്ക്രിപ്റ്റ് ഇല്ല എന്നുള്ളത് തന്നെയാണ് കാരണം. എന്താ പറഞ്ഞാൽ എല്ലാം വരുന്നത് ക്ലീഷയിൽ അല്ലെങ്കിൽ കൺവെൻഷണൽ മെത്തേഡിൽ പക്ക നോർമൽ ഒരു സ്റ്റോറി ടെല്ലിങ് ആയ സംഭവമായിരുന്നു എന്നോട് എല്ലാ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സോ അല്ലെങ്കിൽ എന്നോട് സമീപിച്ച ആൾക്കാരോ പറഞ്ഞത്. അപ്പോൾ എനിക്ക് അതിനോട് വലിയ താല്പര്യം തോന്നിയിട്ടില്ല. പിന്നെയാണ് നമുക്ക് ഈ കോവിഡിൻ്റെ സമയം സെക്കൻഡ് വേവ് ഉള്ള സമയത്താണ് ബാഹുൽ ഇങ്ങനെ സംസാരിച്ചതും
രഞ്ജിത്തേട്ടൻ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ വായിക്കുന്നതും അത് വായിച്ചപ്പം തന്നെ നമുക്കുണ്ടായിരുന്നൊരു കിക്ക്, ആ കിക്കാണ് ഈ പടം. ഈ ശരിക്കും ഈ ആദ്യത്തെ സിനിമ പൊതുവെ ഒരു സോഷ്യൽ ഡ്രാമ ആയിരുന്നു ശരിക്കും. ആ സമയത്തും ഈ പറഞ്ഞ മൊത്തത്തിൽ ഇന്ത്യൻ സിനിമയുടെ ട്രെൻഡ് വെച്ചിട്ടും സോഷ്യൽ ഡ്രാമകൾ ഭയങ്കര കൂടുതൽ വരുന്ന സമയമായിരുന്നു. അപ്പോൾ ഈ കോവിഡ് വന്നപ്പോഴും ഈ രണ്ടാമതും ഒരു സോഷ്യൽ ഡ്രാമ ചെയ്യാനുള്ള ഒരു പ്രഷർ ഉണ്ടായിരുന്നില്ല? അപ്പോൾ അല്ല, ഒബ്വിയസ്ലി ഇപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ലൈക്ക് ചേട്ടാ എല്ലാവരും സോഷ്യൽ ഡ്രാമേൻ്റെ ആയിട്ട് ആരും സംസാരിച്ചില്ല. പക്ഷേ എന്നോട് ചോദിച്ചതെന്ന് പറഞ്ഞാൽ ഈ ഫണ്ണായിട്ടുള്ള എന്തെങ്കിലും ആണോ ചെയ്യുന്നത്. എന്താ പറഞ്ഞാൽ അവരെല്ലാം അപ്പം ടാഗ് അന്ന് തന്നെ എനിക്ക് ഓർമ്മയുണ്ട്, ആരോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യന്തിക്കാടിൻ്റെ രീതിയിൽ ചെയ്യുന്ന ഒരാളെ പുതിയൊരു ഡയറക്ടറെ കിട്ടി എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഹ്യൂമർ എലമെന്റ്സ് ഹ്യൂമർ എലിമെൻറ്റ്സ് എല്ലാം കൂട്ടിയിട്ടായിരിക്കും അവരന്ന് പറഞ്ഞിട്ടുണ്ടാവുക. എനിക്കറിയില്ല സത്യൻ സാർ അത് ആ പടം കണ്ടിരുന്നു തോന്നുന്നു, എന്നോട് ലാസ്റ്റ് ടൈം പറഞ്ഞപ്പം പറഞ്ഞു. അപ്പോൾ അന്ന് എനിക്ക് അങ്ങനെ ഒരു ടാഗ് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മളൊരു ഫീൽ ഗുഡ് സാധനം സത്യൻ സാറ് പോലെ ചെയ്യുന്ന ഒരു ഡയറക്ടർ എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു എനർജി ഉണ്ടല്ലോ. അപ്പോൾ അത് അന്നേ കിട്ടിയതായിരുന്നു. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചതെന്ന് പറഞ്ഞാൽ ഞാനൊരു ഫീൽ ഗുഡ് ഡ്രാമ ചെയ്യുന്ന ഒരു ഡയറക്ടറാന്നുള്ള ഒരു ടാഗ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അതാണ് പ്രതീക്ഷിച്ചത്. ഞാനിപ്പോൾ നമ്മുടെ ഫസ്റ്റ് പോസ്റ്റർ ഇറങ്ങിയ സമയത്ത് തന്നെ, ഈ കുരങ്ങൻ്റെ പോസ്റ്റർ റേഡിയോ പിടിച്ചിട്ടുള്ള പോസ്റ്റർ ഇറങ്ങിയ സമയത്ത് തന്നെ ആൾക്കാർ സെക്കൻഡ് പടം ഫൺ എലിമെൻറ്റ് ആ രീതിയിലാണ് ആൾക്കാരുടെ കമൻസ് എല്ലാം വന്നത്. അപ്പോൾ എല്ലാ ആസിഫിൻ്റെ ഫാനായാലും എല്ലാവരും ചോദിക്കുന്നത്, ചേട്ടാ ഇതും ഫീൽ ഗുഡിനല്ലേ, പൊളിക്കാം എന്ന്. അപ്പോൾ ഞാൻ ഫീൽ ഗുഡൊന്നുമല്ല, ഇത് കുറച്ച് വേറൊരു സാധനമാണെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് എനിക്ക്. പക്ഷേ ഞാൻ പറയുന്നത്, എനിക്ക് ഒരു ജോണർ തന്നെ നിൽക്കണം എന്നുള്ള താല്പര്യമില്ലാത്ത ആളാണ്. പക്ഷേങ്കിൽ എന്നെ എക്സൈറ്റ്മെൻറ്റ് ആക്കുന്ന ഏത് ജോണറും ഞാൻ ചെയ്യും. അപ്പോൾ അത് ഫീൽ ഗുഡ് ആണെന്നുള്ള, ത്രില്ലറാണെന്നുള്ള, എല്ലാ രീതിയിലുള്ള എന്തുണ്ടെങ്കിലും ചെയ്യാമെന്നുള്ള. പക്ഷേ അതിന് എന്നെ എനിക്ക് തോന്നണം അത് ചെയ്യണം എന്നുള്ള. ഈ പൊതുവെ കിഷ്കിന്താണ്ടത്തിന് പുറത്തുനിന്ന് തന്നെ റെസ്പോൺസ് ഉണ്ടല്ലോ. ഇപ്പൊ കേരളത്തിൽ ഡെഫിനറ്റ്ലി ഒരു സംസാര വിഷയമാണ് സിനിമ സർക്കിളുകളിൽ ഭയങ്കര ഐറ്റപ്പുകളൊക്കെ വരുന്നുണ്ട്. കേരളത്തിന്റെ പുറത്ത് എങ്ങനെയാ സിനിമയുടെ സ്വീകാര്യത? അതന്നെ എനിക്ക് കഴിഞ്ഞ ദിവസം ലക്നൗന്ന് എനിക്ക് ഒരു കോള് വന്നു. ലക്നൗന്ന് അപ്പോൾ ഹിന്ദിക്കാരനാണ്. ഞാൻ ആക്ച്വലി ആനിമേഷൻ ഫീൽഡിൽ വർക്ക് ചെയ്തത്, റിലയൻസ് എൻ്റർടൈൻമെൻറ്റ് പൂനെയിൽ വർക്ക് ചെയ്തത്. അപ്പോൾ ഞാൻ ബാംഗ്ലൂർ, പൂനെ ഇങ്ങനെയെല്ലാം വർക്ക് ചെയ്തുകൊണ്ട് എനിക്കൊരു നമ്മളെ ഒരു ഗ്രൂപ്പ്സ് ഉണ്ട്, പിന്നെ ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ട്. അപ്പോൾ ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു, ബൈ ഇतना बड़ा സെലിബ്രിറ്റി क्या എന്നുള്ള ചോദ്യം എന്നോട്. അപ്പം ഞാൻ പറഞ്ഞു എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ലേ. അങ്ങനെ പടം കണ്ടു, ഞാൻ ലക്നൗ കണ്ടേ, ഹൗസ്ഫുൾ, ടോട്ടൽ ഹൗസ്ഫുള്ളാണ്. ഈ ലക്നൗന്ന് ഹൗസ്ഫുൾ. അപ്പോൾ അതൊരു ഭയങ്കര എന്താ പറഞ്ഞാൽ നമ്മൾ കേൾക്കാത്ത സാധനമല്ലേ. എന്താ പറഞ്ഞാൽ അത്രയും ദൂരം ഡൽഹി ലക്നൗവിലെല്ലാം നമ്മളെ പടം ഹൗസ്ഫുൾ ആവുക എന്ന് പറഞ്ഞാൽ അതിൽ ഇപ്പം ഭാഗ്യം. അതുമാത്രമല്ല, ഞാൻ പറയുന്നത് ഇപ്പോൾ ഉള്ള ദുബായിലായാലും പലയിടത്തും എൻ്റെ ഫ്രണ്ട്സ് സർക്കിൾ വിളിച്ച് പറയുന്നത് ടിക്കറ്റില്ല. എല്ലാവർക്കും ദേഷ്യമാണ്, ഇവിടെ നിങ്ങളെ പടത്തിന് ടിക്കറ്റ് കിട്ടുന്നില്ല, നീ എങ്ങനെയെങ്കിലും ആക്കിത്താ. ഞാൻ പറഞ്ഞു ഞാനെവിടെ ആക്കി. അപ്പോൾ ആ രീതിയിലുള്ള കമൻസ് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അത് സംഭവം. ഈ പൊതുവെ റീമേക്ക് സാധ്യതകളെ കുറിച്ച് ആളുകൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പല ഭാഷകളിൽ നിന്ന് തന്നെ ഇപ്പൊ പൊതുവെ ഇങ്ങനത്തെ ഒരു സിനിമ വരുമ്പോഴത്തേക്കും റീമേക്കുകളെ പറ്റിയിട്ട് പലരും ചിന്തിക്കാറുണ്ട്, പല കോളുകളും വരാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ അപ്രോച്ചുകളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ അവിടെ? 100%. എന്താ പറഞ്ഞാൽ ഇത് പറയുമ്പോൾ ജോബിച്ചേട്ടനെ എനിക്ക് ഓർമ്മ. എന്താ പറഞ്ഞാൽ ജോബിച്ചേട്ടൻ പടം കണ്ടിട്ടില്ലായിരുന്നു. ഇത് പടം ഷൂട്ട് ചെയ്ത് അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞ് ഫസ്റ്റ് ലെവൽ എഡിറ്റ് കഴിഞ്ഞ സമയത്ത് ജോബിച്ചേട്ടൻ ഇങ്ങനെ എന്നോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രൊഡ്യൂസറിന് അതിൻ്റെ ഫൈനസ്റ്റ് പ്രോഡക്റ്റ് കാണിക്കുക എന്നുള്ളതാണല്ലോ. നമുക്കെപ്പോഴും അവിടെയാണ് ഭയങ്കര ടെൻഷൻ ഉണ്ടാവുക. എന്താ പറഞ്ഞാൽ ഇത് പ്രൊഡ്യൂസർ എങ്ങനെയാണ് എടുക്കുന്നത്, ഫസ്റ്റ് ടൈം കാണുമ്പോൾ എങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ ഭയങ്കര. അപ്പം ജോബിച്ചേട്ടൻ അന്ന് UK-ലായിരുന്നു. അപ്പോൾ ജോബിച്ചേട്ടാ ഞാൻ ഒരു 2 ആഴ്ചയും കൂടി കഴിയും നമ്മൾ ഇതിനെ ഒന്ന് പ്രോപ്പർ എഡിറ്റാക്കിയിട്ട് തരാം. അപ്പോൾ എഡിറ്റാക്കി തന്നാൽ കൂടെ അതിൽ എന്തെങ്കിലും റെഫറൻസ് മ്യൂസിക്കെല്ലാം വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. എന്താ പറഞ്ഞാൽ മ്യൂസിക്കൊന്നും ആയിട്ടില്ലല്ലോ. എന്നിട്ടും അപ്പം ഞാൻ ആദ്യം പറഞ്ഞു, ചോദിച്ചേട്ടാ നമുക്കിത് മ്യൂസിക്കെല്ലാം കഴിഞ്ഞിട്ട് കണ്ടുകൂടെ? ഇല്ലല്ലോ, എനിക്കൊന്ന് പ്ലാൻ ചെയ്യണം. അപ്പം ചോദിച്ചേട്ടാ ഇത് ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്യുന്ന ആളാണ്, പക്ക എന്തെല്ലാം എങ്ങനെയുള്ള ഇതിനെ ബിസിനസ് ആക്കണം എന്നാണ്. അപ്പം ഞാനിങ്ങനെ ഓരോ ആഴ്ചയും തോറും മൂപ്പര് വിളിക്കുമ്പോൾ ചോദിച്ചേട്ടാ ഒരാഴ്ചയും കൂടി ഈ ഒരു ഇതായിരുന്നു. അപ്പോൾ ഒരു സമയത്ത് ഇത് കാണിച്ചു കൊടുത്തിട്ടും ഇത് ലാസ്റ്റ് ഞാൻ കാണിച്ചു കൊടുത്തു.
അല്ല കാണിക്കുന്നതിന് മുന്നേ എന്നോട് ചോദിച്ചു, ഓക്കെ എനിക്ക് ഇത് മാത്രം ഒന്ന് അറിഞ്ഞാൽ മതി, ഇത് നേറ്റീവ് സബ്ജക്റ്റ് ആണോ എന്ന് ചോദിച്ചു. നേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന സബ്ജക്റ്റ്. ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാൻ പറ്റുമോ? അപ്പം ഞാൻ പറഞ്ഞു അതെ പ്ലേസ് ചെയ്യാൻ പറ്റും. ആ എന്നാൽ ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. അതാണ് മൂപ്പര് കാണുന്നതെന്ന് പറഞ്ഞാൽ ഇതിന് ഈ എല്ലാ ലെവലിലും നമുക്ക് ഇതിന് പുറത്തേക്ക് കൊണ്ടുപോകാം. എന്താണ് വൈഡായിട്ടുള്ള ഒരു മൂപ്പര് തോട്ട് അങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാമെന്നുള്ള രീതിയിലുള്ള ഒരു തോട്ടാണ്. അപ്പോൾ എവിടെ വേണ്ടിക്കലും നമുക്കിത് പ്ലേസ് ചെയ്യാം. നോട്ട് പാൻ ഇന്ത്യൻ മാത്രമല്ല, ഇത് പാൻ ഗ്ലോബൽ എന്നുള്ള രീതിയിലാണ് മൂപ്പര് ചിന്തിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഏത് കൺട്രിയിൽ വേണ്ടിക്കും നമുക്ക് ഇതിനെ കാണിക്കാൻ പറ്റുന്നതാണ്. മൂപ്പര് ഭയങ്കര ഹാപ്പി. അപ്പം പറഞ്ഞു ഓക്കെ ശരിയടോ നീ എന്നാലും ചെയ്തിട്ട് കാണിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞ ഇപ്പോ ഇതിൽ വരുമ്പോൾ ആസിഫ് അലി എന്നൊരു നടനെ സംബന്ധിച്ചിടത്തോളം ഈ അദ്ദേഹം എടുക്കുന്ന ചോയ്സുകൾ എപ്പോഴും ഭയങ്കര വെറൈറ്റി ചോയ്സുകളുണ്ട്. ഇപ്പൊ കിളിബോയ് ആ സമയത്തൊക്കെ അന്നത്തെ ഒരു സിനിമ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അപ്പോൾ ഈ ഫസ്റ്റ് നറേഷൻ ഓർമ്മയുണ്ട് ആസിഫ് അലിയോട് പറഞ്ഞ കക്ഷിയമ്മണി പിള്ളയുടെ? കക്ഷിയമ്മണിയുടെ മുന്നേ ഒരു സബ്ജക്റ്റ് ആയിരുന്നു ആസിഫിനോട് സംസാരിച്ചത്. ഞാൻ ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ ഞാൻ അസിസ്റ്റ് ഒന്നും ചെയ്യാതെ വന്നയാളാണ്. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ ഫിലിം ഫീൽഡുമായിട്ട് ഒരു ബന്ധമില്ല. ബന്ധം എന്നല്ല ഞാൻ പക്ഷേങ്കിൽ ബന്ധം ഉണ്ടാക്കേണ്ടിയിട്ട് ഞാനിവിടെ VFX ഞാൻ എൻ്റെ നല്ല ജോലിയെല്ലാം വിട്ട് VFX ഡയറക്ടറായിട്ട് ഇവിടെ ഒരു കമ്പനി ജോയിൻ ചെയ്തു. അപ്പോൾ എന്താണ് എൻ്റെ മെയിനായിട്ട് എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ ഫിലിം ഫീൽഡിലെ ആൾക്കാരുമായിട്ട് ബന്ധം സ്ഥാപിക്കുക, കണക്ഷൻ ഉണ്ടാക്കുക, എങ്ങനെയെങ്കിലും പ്രൊഡ്യൂസറൊക്കെ ആണ് റൈറ്ററൊക്കെ ആണ് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ടാക്കുക എന്നുള്ള. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കൊച്ചിയിൽ വന്നത്. അപ്പോൾ കൊച്ചിയിൽ വന്ന് നമ്മുടെ സൻലേഷ് കക്ഷമ്മയുടെ സൻലേഷിന് കിട്ടി. അപ്പോൾ നമ്മളൊരു സബ്ജക്റ്റ് ഉണ്ടാക്കി. സബ്ജക്റ്റ് അത് ആ സമയത്ത് ആസിനോട് പറഞ്ഞപ്പോൾ ആസിക്ക് ഭയങ്കര ഇത് വർക്കൗട്ടായി. അപ്പോൾ വർക്കൗട്ടായി. പക്ഷേങ്കിൽ എവിടെയോ ഇവർക്കെല്ലാം ആസിഫിനെ പറഞ്ഞിട്ട് ഒന്നും കുറ്റം പറയാൻ പറ്റില്ല. എന്താ പറഞ്ഞാൽ നമ്മൾ പുതിയൊരു ഡയറക്ടറാണ്. ഇപ്പം ഞാൻ അപ്രോച്ച് ചെയ്യുമ്പോൾ എന്താ പറഞ്ഞാൽ അസിസ്റ്റ് ചെയ്തിട്ടില്ല. ഓൺലി എനിക്ക് കാണിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഷോർട്ട് ഫിലിമാണ്. മെയിൽ ഫോർക്കാണ് ജോൺ വെയ്റ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം, ഒരു ആനിമേഷൻ ഷോർട്ട് ഫിലിം, 3D ആനിമേഷൻ. പക്ഷെ അത് കുറേ ഇൻ്റർനാഷണൽ അവാർഡെല്ലാം കിട്ടിയ സാധനമായിരുന്നു. അപ്പോൾ ഇത് മാത്രമേ എനിക്ക് കാണിക്കാനുള്ളൂ. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പക്ഷേ ഇഷ്ടപ്പെട്ടു. പക്ഷേ എന്നാലും അവർക്കൊരു ധൈര്യമില്ല. ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ വലിയൊരു ക്രൂവിനെ ഹാൻഡിൽ ചെയ്യണം. ഇങ്ങനത്തെ എല്ലാം വരുമ്പോൾ അവർക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ പക്ഷേ എന്തോന്നറിയില്ല, ആസിഫിന് നമ്മളെ കഥ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അന്നത്തെ കഥ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ മൂപ്പര് പറഞ്ഞു ഓക്കെ നമുക്ക് ചെയ്യാടാന്നെല്ലാം പറഞ്ഞു. പക്ഷേ അതൊരു ഭയങ്കര ഡിലേ ആയി. ഡിലേ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന ആ ഡിലേൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എന്നെ വിശ്വസിക്കാൻ മീൻസ് ആ ധൈര്യം വന്നിട്ടില്ല. അതൊരു ഫുട്ബോൾ സബ്ജക്റ്റ് ആയിരുന്നു. അത് നല്ല സബ്ജക്റ്റ് ആയിരുന്നു അന്നത്തെ കാലത്ത്. അത് നല്ല സബ്ജക്റ്റ്. പക്ഷേ ഇപ്പൊ ഇന്ന് എടുക്കാൻ പറ്റിയില്ല. അതെല്ലാം ഓരോന്നിനും ഓരോ ജാതകം ഉണ്ടല്ലോ. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഒരു ഘട്ടത്തിൽ ഒരു 2 years അതിൻ്റെ പിന്നാലെ നടന്നു. എല്ലാ ആസിഫിൻ്റെ സെറ്റിലും ഞാൻ പോവും. ഞാനും സൻലേഷും പോയിട്ട് ആസിഫിൻ്റെ പിന്നാലെ ഇങ്ങനെ നിന്നിട്ട്. അപ്പം നമുക്ക് ആകെ ഒരു എൻ്റെ സ്കൂട്ടർ ഉണ്ടായി. അപ്പോൾ സ്കൂട്ടർ എല്ലാം കറക്റ്റായിട്ട് സെറ്റിൽ പോയിട്ട് നിർത്താൻ പറ്റില്ല, നാണക്കേടില്ല. അപ്പം നമ്മൾ കുറച്ച് ദൂരെല്ലാം വെച്ചിട്ട് നമ്മൾ മെല്ലനെ വന്നിട്ട് ആസിഫിനെ പോകുന്ന സമയത്ത് ആസിന്ന് അപ്പം നമ്മളോട് പക്ഷേ ആസി ഭയങ്കര എന്താ പറഞ്ഞാൽ ആ സമയം മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നത് എന്താണ് നമ്മളൊരിക്കലും അവിടെ വെയിറ്റ് ചെയ്യുന്നത് കണ്ടാൽ മൂപ്പര് എന്താടാന്ന് പറഞ്ഞിട്ട് വരും. അറ്റ്ലീസ്റ്റ് ആ ഒരു പരിഗണന നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആ പരിഗണന തരേണ്ട കാരണം എനിക്ക് തോന്നുന്നു ആ കണ്ടന്റിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടായിരിക്കാം. അപ്പോൾ ഇത് ഏത് സമയം 2014 15 2014 ഹണിബിയൊക്കെ കഴിഞ്ഞിട്ട് അതെ 14 നമ്മുടെ ആ പടം ഒരു ഇതിൻ്റെ പടം ഉണ്ടായിരുന്നില്ലേ, ഒരു പേര് നല്ല പാട്ടുള്ള പടം. നമ്മുടെ എന്താന്ന് പറഞ്ഞാൽ ഒരു ടെക്സ്റ്റൈലിൻ്റെ ഷോപ്പിൻ്റെ ഉള്ളിൽ ഫുൾ ഒരു കളവ് നടക്കുന്നതോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ. കോഹിനൂർ. യെസ്, കോഹിനൂർ. അപ്പോൾ കോഹിനൂറിൻ്റെ സെറ്റിലെല്ലാം പോയിട്ട് ഞങ്ങളിങ്ങനെ പോയിട്ട് നിൽക്കും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. പിന്നെ ഒരു ഘട്ടത്തിൽ ആണ് തൃശ്ശൂരിലെ ഏതോ ഒരു സെറ്റിൽ പോയിട്ട് എനിക്കും സൻലേഷും മനസ്സിലായി ഇത് നടക്കാൻ പോകുന്നില്ല ഈ പ്രോജക്റ്റ്. അപ്പോൾ ഞാൻ സൻലേഷൻ നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു കണ്ടന്റ് അസീന് ഇപ്പോൾ ഒരു ബന്ധമായിട്ടുണ്ട്. ഏത് സ്ഥലത്ത് പോയാലും ആ പരിഗണന നമുക്ക് കിട്ടുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഒന്ന് സംസാരിക്കേണ്ട പരിഗണന. നീ ഒരു നല്ലൊരു കോൺസെപ്റ്റ് പറയാം. അപ്പോൾ ഞങ്ങൾ കുറച്ച് ചിന്തിച്ച് ഒരാഴ്ചൻ്റെ ഉള്ളിൽ ഉണ്ടാക്കി ഒരു ചെറിയൊരു കണ്ടന്റ് പോയിട്ട് വെറുതെ ഒന്ന് പറഞ്ഞു നോക്കി ഞങ്ങൾ.
അതാണ് ഈ കക്ഷി അമ്മിണിപ്പിള്ളിയായിട്ട് മാറിയത്. ശരിക്കും അത് ആലോചിച്ചിട്ടുണ്ടോ? കാരണം ആസിഫൊക്കെ ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് സെക്കൻഡ് ലീഡ് പോലെയാണല്ലോ. കാരണം പുള്ളിയുടെ കഥയിലൂടെ അല്ലേ, പുള്ളി ശരിക്കും ഫസ്റ്റ് തന്നെ പുള്ളിയുടെ കഥയല്ലല്ലോ പറഞ്ഞത്, ഒരു മിഡ് വേ എന്നാണ് പിന്നെ അങ്ങനെയുള്ള അത് അങ്ങനത്തെ കാര്യമൊക്കെ ചോദിച്ചായിരുന്നു ശരിക്കും അന്ന്. ആ, ഇല്ല, മൂപ്പര് നല്ല ബോധ്യം ഉണ്ടായിരുന്നു അത് അങ്ങനെയാണെന്ന്. പക്ഷേ ഒരു കണ്ടതെന്ന് പറഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. ലൈക്ക് ഇതുവരെയായിട്ട് സാസിനെ കാണിക്കാത്ത ഒരു ആസിയായിരുന്നു. മീൻസ് ഒരു ഏട്ടൻ കഥാപാത്രം, ഒരു പൊളിറ്റീഷ്യൻ, ഒരു വക്കീല്, അതും തലശ്ശേരിയിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്നു. ഇതെല്ലാം ആസിക്ക് അത് ഒരു പുതിയൊരു ഫ്രഷായിട്ട് തോന്നി കാണാം ആക്ച്വലി. പിന്നെ അത് മാത്രമല്ല അതിൽ ഒരു വാവ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിലൊരു കാന്തി എന്ന് പറഞ്ഞ ഈ ക്യാരക്ടർ, ഫറാഷിബിൽ അഭിനയിച്ച ക്യാരക്ടർ, പിന്നെ അമ്മിണിപ്പിള്ള എന്ന് പറഞ്ഞ അഹമ്മദിൻ്റെ ക്യാരക്ടർ, ഇതെല്ലാം ഒരു ഫ്രഷ് ഒരു ഇതായിരുന്നല്ലേ. അപ്പോൾ അതെല്ലാം കൊണ്ടായിരിക്കാം ഇവർ ഓക്കെ പറഞ്ഞതും. ഈ കിഷ്കിന്ധയിൽ വരുമ്പോ വലിയ കാസ്റ്റ് ആണല്ലോ താരതമ്യേന. ശരിക്കും പറഞ്ഞ ഒരു അത് കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞ ഒരു ആർട്ടിസ്റ്റിക്കലി ഭയങ്കര സെലിബ്രേറ്റഡ് ആ. കാരണം പെർഫോമൻസ് കൊണ്ട് എല്ലാവരുടെയും മീറ്റർ ഭയങ്കര മുകളിലാണ്. ഈ ആരും അതിനകത്തൊരു പൊതുവെ സിനിമകളിലൊക്കെ ഈ ഭയങ്കര മിസ്റ്ററി തേടി പോകുമ്പോൾ ചില ക്യാരക്ടേഴ്സിലും ഭയങ്കര കല്ലേടി ആവാറുണ്ട്. ഇതിൽ ആ മീറ്റർ എല്ലാവരും ഭയങ്കര കറക്റ്റാ. ഈ കാസ്റ്റിങ്ങിൽ അത്രയും പെക്യുലർ ആയിരുന്നു, നിങ്ങൾ ഇത് വേണം, അവരിതിന്റെ മീറ്റർ പിടിക്കണം എന്നുള്ളത്. അതന്നെ ഞാൻ ലാസ്റ്റ് ഇതിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിത് ഈ ഒരു സ്ക്രിപ്റ്റ് ഒരു ഫാസിൽ സാറായിട്ട് നറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫാസിൽ സാറ് പറഞ്ഞതാണ് ഇത് ഇത് ഈ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് കണ്ടന്റ്. നിങ്ങൾ എത്രത്തോളം ഇത് സീരിയസ് ആയിട്ട് എടുത്തിരുമെന്ന് എനിക്കറിയില്ല. പക്ഷേങ്കിൽ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ നല്ലൊരു ആർട്ടിസ്റ്റിനെ കൊണ്ട് മാത്രമേ ഇത് ചെയ്യിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു കാര്യം പറഞ്ഞു. അത് ഭയങ്കര നമ്മളപ്പോഴാണ് കൂടുതൽ എനിക്ക് ഒരു ഇതിനോട് കൂടുതൽ സീരിയസ്നെസ് തോന്നി. എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഇതിന് അത്രത്തോളം ലെവലിൽ ഇപ്പം ഫാസിൽ സാർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ മണിച്ചിത്രത്താഴിൻ്റെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. ആ ലെവൽ ഓഫ് സ്ക്രിപ്റ്റാണ് ഇത്. അത്രയും ലേഡാണ്. മൈന്യൂട്ട് ചെറിയൊരു പാളിച്ച വന്നാൽ പോലും ഇത് പാളിപ്പോകുന്ന സബ്ജക്റ്റാണ് എന്ന് പറയുമ്പോഴാണ് എനിക്കുണ്ടായ ഉള്ളിൽ തൈ കത്തിയടാ ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ. അതും ഫാസിൽ സാറിലും പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ഒന്ന് മനസ്സിലാക്കുന്ന പറഞ്ഞാൽ ആ സബ്ജക്റ്റ് അത്രയും കിടിലൻ സബ്ജക്റ്റാണെന്ന് അപ്പം തന്നെ അല്ല, എന്തായാലും ഒബ്വിയസ്ലി അറിയായിരുന്നു നല്ലൊരു സബ്ജക്റ്റാണ്, നല്ലൊരു പടമായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ആ കോൺഫിഡൻറ്റ് എനിക്ക് ഇവൻ ബാഹുൽ ആദ്യം മുതൽ സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതിനുശേഷം നടന്നു. ഈ കുട്ടേട്ടൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കലി അദ്ദേഹം എടുത്തിട്ടുള്ള ഏറ്റവും വലിയ എഫേർട്ട് പൂക്കാലമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ റീസെൻ്റ്ലി വന്ന ടൈമിൽ. പക്ഷെ മെൻ്റലി ചിലപ്പോൾ ഏറ്റവും കൂടുതൽ എടുത്തിട്ടുണ്ടാവുക കിഷ്കിന്ധാണ്ടായിരിക്കില്ല എന്ന് ചോദിച്ചായിരുന്നു. 100%. എന്താ പറഞ്ഞാൽ കുറേ എഫേർട്ട് ഉണ്ട് കുട്ടേട്ടൻ എന്ന് പറഞ്ഞാൽ. കുട്ടേട്ടൻ എനിക്ക് പല ഏരിയാസിലും എനിക്ക് തോന്നിയിട്ടുണ്ട്, അയ്യോ അത്രയും മൈന്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷൻസും കാര്യങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ അത് ഞാൻ വേറൊരാളെയായിട്ടും അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മുന്നേ കുറച്ച് വേറെ രീതിയിലൊക്കെ ഇത് ക്യാരക്ടറിനെ കൊണ്ടുപോകണം എന്നുള്ള ഉണ്ടായിരുന്നു. വേറെ മീൻസ് കുട്ടേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്ഷൻസ് ഇട്ടതിൽ ഒരാളായിരുന്നു കുട്ടേട്ടൻ. പക്ഷേങ്കിൽ സത്യം പറഞ്ഞാൽ കുട്ടേട്ടനെ എടുത്തതാണ് ഏറ്റവും വലിയ ഡിസിഷൻ, നമ്മളെടുത്ത ഏറ്റവും നല്ലൊരു കോളെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കുട്ടേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ ഇത് വേറൊരു പടമായിട്ട് മാറിയേനെ. അപ്പോൾ അത് ഇപ്പം നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ കുട്ടേട്ടനായാലും ആസിയായാലും ഭയങ്കര കോമ്പറ്റീഷൻ ആയിരുന്നു ആക്ടിങ്ങിൽ. ആ രീതിയിൽ ആണ് എനിക്ക് തോന്നിയത്. എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഹൈലി ടാലന്റഡ് ആക്ടേഴ്സ്. അത് ഇവരുടെ കോമ്പിനേഷൻസ് നിങ്ങൾ എന്തോ എൻജോയ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ക്യാമറയുടെ പിന്നിൽ നിൽക്കുമ്പോൾ. അതന്നെ ഓരോ സീന് കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഓരോ ഗൂസ് ബംസ് ഉണ്ടാവില്ലേ. ലൈക്ക് അവർ രണ്ടുപേരും ചെയ്യുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് വലിയ ചില ഏരിയസിൽ മാത്രമേ കറക്ഷൻസ് എല്ലാം കൂടുതലുണ്ടായിട്ടുള്ളൂ. എന്നാൽ കറക്ഷൻസ് ഉണ്ടായിട്ടുണ്ട് ആദ്യഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തുടങ്ങുന്ന സമയത്ത് ഈ ക്യാരക്ടറിൻ്റെ ഒരു മീറ്റർ പിടിക്കുക എന്നുള്ളൊരു സംഭവമുണ്ട്. നമുക്ക് ഈ ക്യാരക്ടർ ഇത്രത്തോളെ പോകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് വേണം, സംസാരം വേണം, അല്ലെ സൈലൻസ് എവിടെയെങ്കിലും വേണം, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഈ അപ്പുപിള്ള എന്നുള്ള ക്യാരക്ടറിനെ നമ്മൾ ഇത്രയും കാലം മനസ്സിൽ വെച്ച ഒരു ക്യാരക്ടറാണ്. അതിനെ ഡയറക്റ്റായിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടെൻഷനുണ്ട്. അത് റൈറ്റർ എന്ന ബാഹുലായാലും ഡയറക്ടർ എന്ന ഞാനായാലും, എന്താ പറഞ്ഞാൽ റൈറ്റർ ആൻഡ്
സിനിമാറ്റോഗ്രാഫർ ആണ് ബാഹുൽ. അപ്പം ബാഹുലിന് ഉള്ള ടെൻഷൻ എന്ന് പറഞ്ഞാൽ ബാഹുൽ എഴുതുമ്പം കണ്ട ക്യാരക്ടറിൽ നിന്ന് വേറെ മാറുന്നുണ്ടോ എന്നുള്ള അവനും ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ ഞാൻ വായിച്ചതിൽ എനിക്ക് കണ്ട ഒരു അപ്പുപിള്ളി ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കറക്റ്റായിട്ട് മാച്ച് ആയിട്ടില്ലെങ്കിൽ അത് ഭയങ്കര അപകടമാണ്. ഞാൻ വിശ്വസിക്കുന്നത് അത് രണ്ടും മാച്ച് ആയതുകൊണ്ടാണ് ഇത്രയും ബ്യൂട്ടിഫുൾ അപ്പുപിള്ളേനെ നമുക്ക് കാണാൻ പറ്റിയത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് ശരിക്കും വർക്കൗട്ടായി. അത് ഗുട്ടേട്ടൻ എന്ന് പറഞ്ഞ ആക്ടറിലായിരുന്നെങ്കിൽ 100% അത് നിങ്ങളെ ഈ ഷോട്ടൊക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ പരസ്പരം ഇങ്ങനെ ഒരേ ലൈനിലൊന്നും നോട്ടൊക്കെ വരും. അതുണ്ടാവും. അപ്പോൾ ബാഹുലിന് ചില ഏരിയാസ് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. എന്താ പറഞ്ഞാൽ അപ്പം ബാഹുൽ എന്നോട് ഓക്കെ അല്ലേ, നമ്മളൊരു തമ്പ് കൊടുക്കും. അപ്പോൾ അതിൽ വർക്കൗട്ടാണ്. എന്താ പറഞ്ഞാൽ അവന് ഈ വോയിസ് കേൾക്കുന്നില്ലല്ലോ, അവൻ ഡയറക്റ്റ്ലി ഇതിൻ്റെ മൂവ്മെൻറ്റും ഇതിൽ ഫുൾ കോൺസെൻട്രേഷൻ ആകുമെന്ന് പറഞ്ഞാൽ അവന് അതിൻ്റെ ആക്ഷൻസ് മാത്രമേ കാണുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അവന് വന്നിട്ട് ഏത് സമയത്തും വന്നിട്ട് നോക്കണം പറ്റില്ലല്ലോ, അത് അങ്ങനത്തെ എല്ലാം കുറേ. അപ്പോൾ ചില ഏരിയാസെല്ലാം അവന് ടെൻഷനുള്ള ഏരിയാസെല്ലാം വന്നിട്ട് കണ്ടിട്ട് പോകും. പക്ഷേ അതാണ് ഇതെല്ലാം ഒരു സിങ്കാണ് നമ്മൾ. അതുകൊണ്ടാണ് ഞാനെപ്പോഴും വിശ്വസിക്കുന്നത് പറഞ്ഞാൽ ഒരു സോൾ ക്രിയേറ്റ് ആവും, ഒരു സോൾ, ടോട്ടൽ എനർജീൻ്റെ ഒരു സോൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു എക്സ്പ്ലോറേഷൻ ഉണ്ട്. അതാണെന്ന് തോന്നുന്നു നമ്മൾ പടത്തിനും കിട്ടി. എന്താ പറഞ്ഞാൽ എവിടെയും നമുക്ക് പാളിച്ച പറ്റിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനൊരു പാളിച്ച കണ്ടിട്ടുണ്ട്, പക്ഷെ അത് ഒരിക്കലും ഞാൻ പറയാൻ പോകുന്നില്ല. നമുക്കുണ്ടാവില്ല. കണ്ടുപിടിച്ചാരെങ്കിലും ഇപ്പോൾ ഒരാൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് പാളിച്ച ഉണ്ട്, 100% പാളിച്ച ഉണ്ടാവും. അത് നമ്മൾ ഭയങ്കര അങ്ങ് സംഭവമായിട്ട് ചെയ്ത് ഇതൊന്നും ആക്കിയില്ല. പക്ഷേ എന്തായാലും ആ ഹറിബറിയും എന്താ പറഞ്ഞാൽ ഇത് ഭയങ്കര നമ്മുടെ ഷൂട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്രീ ആയിട്ട് ഷൂട്ട് ചെയ്ത്, ഫ്രീ മീൻസ് ഇൻ ദ സെൻസ് ലൈക്ക് നമ്മൾ ഭയങ്കര സമയമെടുത്തിട്ട് ചെയ്ത ഒരു കാര്യമല്ല, ഭയങ്കര ഹറിബറി ആയിരുന്നു. എന്താ പറഞ്ഞാൽ പ്രൊഡക്ഷൻ ഡെഡ് ലൈൻ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല ആർട്ടിസ്റ്റിൻ്റെ ക്ലാഷ് ഉണ്ടായിരുന്നു, ഡേറ്റ്സ് ക്ലാഷ്, അത് ഇത് എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പം നമുക്ക് ഈ ദിവസത്തിൻ്റെ ഉള്ളിൽ, പിന്നെ എസ്പെഷ്യലി ആ വീടിൻ്റെ ക്ലാഷ് ഉണ്ടായിരുന്നു. വീട് ഇത്ര ദിവസമേ കിട്ടുള്ളൂ എന്നുള്ള, 20 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. 20 ദിവസത്തിൽ നമുക്ക് വീടിൻ്റെ ഷൂട്ട് തീർക്കണം. 20-ന് ശേഷം 23-ാമത്തെ ദിവസം ബ്രഹ്മയുഗത്തിൻ്റെ ടീം വന്നിട്ട് ഷൂട്ട് തുടങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. അപ്പം നമുക്കുണ്ടായിരുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് മഴയും, ആലോചിക്കുക, ഈ മഴയും ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഈ സംഭവം പ്രോഡക്റ്റ് ഉണ്ടാക്കി. അപ്പോൾ എന്തായാലും പാളിച്ച എന്തായാലും ഉണ്ടാവും. അത് ഇനിയാണ് ആൾക്കാർ ഡീകോഡ് ചെയ്തിട്ട് ഓക്കെ ഇത് ചേട്ടാ ഇവിടെ ഇങ്ങനെ ചെയ്തു അവിടെ ചെയ്തു എന്നുള്ള ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളാണ്. പക്ഷേ സ്റ്റിൽ ഐ ബിലീവ് നല്ലൊരു പ്രോഡക്റ്റ് നമ്മളെല്ലാം ഈ എനർജീനെ കൊണ്ട്, നമ്മളെ കൂട്ടത്തോടെയുള്ള എനർജീനെ കൊണ്ട്, മീൻസ് നമ്മുടെ ടീം അത്രക്കും സ്ട്രോങ് ആയ ടീം ആയതുകൊണ്ട് വന്നിരിക്കുന്നു. ഈ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമുക്കിപ്പോൾ പറയുകയാണെങ്കിൽ ശരിക്കും ഈ അൽഷിമസിൻ്റെ ഏറ്റവും ഭീകരത നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സിനിമ തന്മാത്രയായിരുന്നു. തന്മാത്ര നമുക്ക് ഈ കസ്റ്റം വേണോ? ഇത് പിന്നെ ഒരു സ്പോയിലറായിട്ട് മാറുമോ? അൽഷിമസ് പറഞ്ഞുകൊണ്ട് പിന്നെ ഓർമ്മ വേണ്ട, ഇത് വിട്ടേക്ക്. എന്താ പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റായിട്ട് ഇപ്പോഴേ പറയണ്ട, കുറച്ച് ദിവസം ഓടട്ടെ. എന്നിട്ട് ഈ പൊതുവെ ഈ OTT റിലീസ് കഴിയുമ്പോഴത്തേക്കും ഈ സിനിമകൾ ഭയങ്കരമായിട്ടൊരു പ്രിപ്പറേഷൻ എടുക്കാറുണ്ട്. എന്താണ് OTTക്ക് ശേഷം ആളുകൾ കണ്ടുപിടിക്കാൻ പോകുന്ന ഒരു സ്പോയിലർ പരിപാടി. ഇപ്പൊ നമ്മൾ തന്നെ എന്തോ ഹിറ്റ് സിനിമകൾ അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഇത് ഇന്ന സാധനമല്ലേ, അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങിയിട്ടുണ്ടോ? പോസ്റ്റ് OTTക്ക് ശേഷം എന്തായിരിക്കും സംഭവിക്കുക? അല്ല, എനിക്ക് നല്ല വിശ്വാസമുണ്ട് OTTയിൽ വന്നാൽ ഇത് വേറൊരു ഹിറ്റ് നമ്മൾ കാണുന്നുണ്ട് 100%. എന്തുകൊണ്ടാൽ ഇപ്പോൾ ഉള്ളൊരു പേരുണ്ടല്ലോ, ഇതിൻ്റെ അപ്പുറമുള്ള ആൾക്കാർ, എന്താ പറഞ്ഞാൽ പല ആൾക്കാരും തിയേറ്ററിൽ പോവാതെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. വേൾഡ് വൈഡ് പല സ്ഥലത്തും റിലീസ് ഇപ്പം നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് പല സ്ഥലത്തും. ഇപ്പോൾ ജോബിച്ചേട്ടൻ പറയുന്നത് ഉഗാണ്ടയിൽ പോലും ഞാനിത് റിലീസ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അത്രയും കോൺഫിഡൻ്റ് ആണ് ജോബിച്ചേട്ടൻ. എന്ന് പറഞ്ഞാൽ ആൾക്കാരെല്ലാം കാണണം എന്നുള്ളത്. അപ്പോൾ OTTയിൽ വന്നാൽ ഒബ്വിയസ്ലി എല്ലായിടത്തുനിന്നും എല്ലാവരും കാണാൻ പോകുന്നതാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് ആ രീതിയിലുള്ള ഒരു കണ്ടന്റ് ആയതിൻ്റെ ഒരു കോൺഫിഡൻസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ ഒബ്വിയസ്ലി എന്താ പറഞ്ഞാൽ പല ആൾക്കാരും എന്നോട് പറയുന്നത് പറഞ്ഞാൽ ഇത് ഇൻ്റർനാഷണൽ ലെവൽ ഓഫ് ഒരു കണ്ടന്റ് ആണെന്നുള്ളത്. എന്താ ഇപ്പം നമ്മളൊരു കൊറിയൻ മൂവീസ് ത്രില്ലർ മൂവീസ് കാണുന്ന പോലെയോ അല്ലെങ്കിൽ സ്പാനിഷ് ത്രില്ലർ, ആ രീതിയിലുള്ള ഒരു ഇൻ്റർനാഷണൽ അവരുടെ കോമ്പറ്റീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു
ഒരു കണ്ടന്റ് ആയതുകൊണ്ട് ഉള്ള ഒരു ഈ ആളുകൾ ഭയങ്കര ലോ എക്സ്പെക്ടേഷൻസിലാണല്ലോ ശരിക്കും പറഞ്ഞാൽ കൃഷിനാട കയറാൻ കാണുന്നത്. കാരണം പൊതുവേ ഓണക്കാലാണ്, ഫെസ്റ്റിവൽ മൂവീസിന്റെ ഇടയിൽ വരുന്ന ഒരു ത്രില്ലർ സ്വഭാവമുള്ള ഒരു സിനിമ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ ഫസ്റ്റ് ഡേ നിങ്ങളുടെ മൈൻഡ് പ്രോസസ്സ് എങ്ങനെയായിരുന്നു? എന്തായിരിക്കും റിവ്യൂസ്, അങ്ങനെ വരാൻ പോണ റെസ്പോൺസ് എന്നൊക്കെ ഉള്ളൊരു തോട്ട് ഉണ്ടായിരുന്നു? അല്ല ഇത് തന്നെ ഈ ഓണക്കാലത്ത് ഇറക്കേണ്ട ഫുൾ ക്രെഡിറ്റ്സ് ഗോസ് ടു ജോബി ചേട്ടൻ. എന്താ പറയുക, ജോബി ചേട്ടൻ്റെ ഒരു കോളാണ്. എന്താ പറയുക, ഞാൻ എൻ്റെ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല ഓണത്തിന് എൻ്റെ പടം ഇറങ്ങുന്നത്. നമ്മൾ വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഓക്കെ, ഏതെങ്കിലും നല്ലൊരു ടൈം കണ്ടിട്ട് ആ സമയത്ത് ഇറക്കുക എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോഴാണ് ഈ ബറോസും ബസൂക്കിയെല്ലാം മാറി, ഡേറ്റ് മാറിയത്. അപ്പം കറക്റ്റായിട്ട് ജോയിച്ചേട്ടൻ പറഞ്ഞു നമ്മൾ ഓണത്തിന് ഇറക്കുന്നു. ആ ഡിസിഷനാണ് ആക്ച്വലി നമ്മുടെ ഈ മൂവിയുടെ ശരിക്കൊരു സക്സസ് എന്ന് പറയുന്നത്. അതുമാത്രമല്ല, വലിയ പടങ്ങൾക്കിടയിൽ നിന്ന് നമ്മൾ ഭയങ്കരമായിട്ട് ആൾക്കാർ സ്വീകാര്യതയായുള്ള പടമായി മാറി. എന്താ പറഞ്ഞാൽ പാട്ടില്ല, ഫൈറ്റില്ല, ഭയങ്കര എൻ്റർടൈൻമെൻറ്റ് ജോണറല്ല, അത് ഓണത്തിന് അത് തന്നെ ഒരു 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 ഡിഫറെൻ്റ് ഒരു സെല്ലിംഗ് പോയിന്റ് ആയി മാറി എന്നുള്ളതാണ്. ചേട്ടൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടാവിടെ എടാ ഓണത്തിന് എന്നോട് പല ഫ്രണ്ട്സും പറഞ്ഞു, തിയേറ്റേഴ്സ് ഓണേഴ്സ് പറഞ്ഞു, അങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു. എന്താണ് അവരെല്ലാം ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലായിരിക്കുന്നു ഓക്കെ ഇതൊരു ഡിഫറെൻ്റ് അപ്രോച്ച് ആണെന്നുള്ളത്. സ്ലോ ബേണറാണ്. സ്ലോ ബേണർ. അപ്പോൾ അവർ പറയുമ്പോൾ തന്നെ നമുക്കുള്ള ടെൻഷൻ ഉണ്ടല്ലോ. അപ്പം എനിക്ക് ആദ്യമൊന്നും ടെൻഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവരെല്ലാം ഇങ്ങനെ ഒരു 10 ആൾക്കാർ നമ്മളോട് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടെൻഷൻ. അപ്പം ഞാൻ ബാവലിനോട് ഒരു ദിവസം ബാവൽ ഇങ്ങനെയാണ് ആൾക്കാർ പറയുന്നുണ്ട്, ഞാൻ ജോബിച്ചേട്ടനോട് ചെയ്ത് സൂചിപ്പിക്കും. അപ്പം ജോബിച്ചേട്ടനോട് പറഞ്ഞു, ജോബിച്ചേട്ടൻ നീ ഒന്നും വിഷമിക്കണ്ട, ഇത് നമ്മൾ അടിച്ചിരിക്കും. അപ്പോൾ ഈ വേർഡാണ് അത്രയും ആ ഒരു കോൺഫിഡൻ്റ് ആണ് ജോബിച്ചേട്ടൻ്റെ. അപ്പോൾ അത് ശരിക്കും അങ്ങ് കയറി എന്നുള്ളതാണ്. അത് ജോബിച്ചേട്ടൻ്റെ പല കോൾസും ഉണ്ട് കേട്ടോ ഇതിൽ. അതാണ് രോമാഞ്ചൊക്കെ അങ്ങനത്തെ ഒരു കോളായിരുന്നു. അയ്യോ, അത് രോമാഞ്ചത്തിൻ്റെ കാര്യം പറയുമ്പോഴാണ് എന്താണ് ജോബിച്ചേട്ടൻ പറഞ്ഞത്, എടാ എൻ്റെ മോൻ ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. മോൻ്റെ ഇഷ്ടം മീൻസ് മോൻ പറഞ്ഞതാണ്, ഡാഡി ഇത് 100% യങ്സ്റ്റേഴ്സിന് ഇഷ്ടപ്പെടാൻ പോകുന്നതാണ്, ഇത് ഹിറ്റാണെന്ന് പറഞ്ഞപ്പോഴാണ് ജോയിച്ചൻ അത് എടുത്തത്. അതേപോലെ തന്നെ മൂപ്പരെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ മൂപ്പര ഫസ്റ്റ് കാണിക്കുക എന്ന് പറഞ്ഞാൽ ഫാമിലിനെ, ഭാര്യനെ, കുട്ടികളെ എല്ലാം കാണിച്ചു. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഫസ്റ്റ് വേർഷൻ എഡിറ്റിൻ്റെ ഫസ്റ്റ് കട്ട് വന്ന സമയത്ത് നമ്മൾ ഒരു റഫ് മ്യൂസിക്കലിലോട്ട് അതിനെ ഒരു വിധത്തിൽ നമുക്ക് കാണിക്കുന്ന ഒരു പരുവത്തിലായ സമയത്ത് അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 2.5 മണിക്കൂറായിരുന്നു, 2:40 അങ്ങനെ എന്തായിരുന്നു. അപ്പോൾ അത് ഒരു റെഫറൻസ് മ്യൂസിക്കലിലോട്ടിട്ട് ഞാൻ ജോബിച്ചേട്ടന് യു കെയിലുള്ള സമയത്തായിരുന്നു അയച്ചു കൊടുത്തത്. അപ്പോൾ ഈ ജോബിച്ചേട്ടൻ അന്ന് വൈഫും കുട്ടികളെല്ലാം കണ്ടിട്ട് ജോബിച്ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഇതിന് എൻ്റെ വൈഫും അമ്മയും ഇട്ട മാർക്ക് എന്ന് പറഞ്ഞാൽ 8 മാർക്കാണ് 10-ൽ. ഓക്കെ, അപ്പം തന്നെ എനിക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയി. എന്താ എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഈ പ്രോഡക്റ്റിൽ മ്യൂസിക് എല്ലാം എന്ന് പറഞ്ഞാൽ ഏതോ മ്യൂസിക്കെല്ലാം ഇങ്ങനെ വെച്ചിട്ട് കാണിച്ചതാണ്. അത് പ്രോപ്പറായിട്ടുള്ള ഒന്നുമല്ല, ഒന്ന് തട്ടിക്കൂട്ടി ചെയ്താണ്. അതും ഇത്രയും ഡ്യൂറേഷൻ, ഇത്രയും ആലോചിച്ചൊക്കെ ഇപ്പോൾ 2 മണിക്കൂറാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ 2.5 മണിക്കൂറുള്ള ഒരു സാധനം ഒരു സാധാ ഫാമിലി നമുക്കുണ്ടായിരുന്ന ഒരു കൺഫ്യൂഷൻ, ഇതിൻ്റെ കോംപ്ലിക്കേഷൻ ഏരിയാസ് ഉണ്ട്, അതെല്ലാം എങ്ങനെ ഒരു സാധാരണ ജനങ്ങളിൽ കമ്മ്യൂണിക്കേറ്റ് ആവുന്നുള്ള ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഒരു കോൺഫിഡൻ്റ് ആയിരുന്നില്ലേ. ഇപ്പോഴത്തെ മലയാളി ഓഡിയൻസ് ഒന്നും അത്രക്കും ആ രീതിയിലെ ഓഡിയൻസാണ്. ഇങ്ങനത്തെ എല്ലാം സബ്ജക്റ്റ് എത്രയോ കണ്ടിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു അമ്മയുടെ ജോബിച്ചേട്ടൻ്റെ അമ്മയും ഭാര്യയും പറഞ്ഞ സമയത്തുണ്ടായിരുന്ന കോൺഫിഡൻ്റ് ഉണ്ടല്ലോ, അന്നാണ് ജോബിച്ചേട്ടൻ ഒരു കുറിപ്പ് ഒരു FB-യിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര നല്ലൊരു വേർഡ്സ് എല്ലാം വെച്ചിട്ട് ഇത് നമ്മൾ നല്ലൊരു പടമാണെന്നെല്ലാം പറഞ്ഞിട്ട് ഭയങ്കര കോൺഫിഡൻ്റ് അല്ലേ. ഇപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ കാണുന്ന ഒരു വേർഷനിലേക്ക് എത്തിക്കാൻ ഇപ്പൊ 2.5 മണിക്കൂറായിരുന്നല്ലോ, അതിപ്പോ നമ്മള് നിയർലി ഒരു 2:10 ആ ഡ്യൂറേഷനിലാണ് കാണുന്നത്. അപ്പോൾ ഈ എന്ത് കളയും എന്നുള്ളതും അല്ലെങ്കിൽ അതിന്റെ ക്രക്സ് പോവാണ്ട് നമുക്ക് എത്തിക്കുക എന്നുള്ളതും വലിയൊരു ചോദ്യം. എപ്പോഴും ഒരു ഫിലിം മേക്കറിന്റെ ഏറ്റവും വലിയൊരു ചാലഞ്ചിങ് ഏരിയ ആണ് അത്. അപ്പോൾ സത്യം പറഞ്ഞാൽ പക്ഷേ നമുക്ക് വഴിയില്ല. ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു 2.5 മണിക്കൂർ 3 മണിക്കൂറൊന്നും ഇരിക്കേണ്ട ക്ഷമയൊന്നുമില്ല. അവർ ഈ റീലെല്ലാം കാണുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ പിള്ളേരെന്നല്ല, എൻ്റെ മോനിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് കാണാം. ഈവൻ മക്കളല്ല, നമ്മൾ പോലും നമ്മൾ നോക്കിയിട്ടുണ്ട്. നമുക്ക് ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഒന്ന് കണ്ട് നെക്സ്റ്റിലേക്ക് പോകാനുള്ള ത്വരയാണ്. അപ്പോൾ
അപ്പോൾ അതേപോലെ തന്നെ ഒരു പടം നമ്മൾ എന്തുകൊണ്ട് തിയേറ്ററിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ ഫുൾ ഒരു അടഞ്ഞിരിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ അതിൽ മാത്രം ആയതുകൊണ്ടാണ് അറ്റ്ലീസ്റ്റ് ഇത്രയും ടൈം തന്നെ സ്പെൻഡ് ചെയ്യുക. അത് എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ എൻഗേജ്ഡ് അല്ലെങ്കിൽ 100% അവർ മൊബൈൽ എടുക്കും. ഈ മൊബൈൽ എടുത്തിട്ടുണ്ടെങ്കിൽ പണിപാളി. അപ്പോൾ അങ്ങനത്തെ ഏരിയയിൽ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ മാക്സിമം 2.4 മേലെ പോവാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒബ്വിയസ്ലി നമ്മൾ കട്ട് ചെയ്യാൻ തുടങ്ങും. കളഞ്ഞതിൽ കുറെ അടിപൊളി സീക്വൻസുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ സീക്വൻസ് അല്ല, ഫസ്റ്റ് ഓഫ് ഓൾ ഇത് മുന്നേയും ഒരു എഡിറ്റഡ് വേർഷൻ ആയിരുന്നു. എന്ന് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ സൂരജ് ES ആദ്യം മുതലേ നമ്മളോട് ഇൻവോൾവ് ആണ് എഡിറ്ററായ. അപ്പോൾ മൂപ്പർക്കൊരു കാൽക്കുലേഷൻ ഉണ്ട്. അപ്പോൾ മൂപ്പർ ഇരുന്നിട്ട് നമ്മളൊരു എഡിറ്റഡ് സ്ക്രിപ്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇത് ഷൂട്ട് ചെയ്യുന്ന മുന്നേ ആയിട്ട്. അപ്പോൾ അതിൻ്റെ ഇതുള്ളതുകൊണ്ട് മെയിൻ ഒരു വലിയ സീൻസ് ഒന്നും അങ്ങനെ പോയിട്ടില്ല. പിന്നെ നമ്മൾ ചെറിയ കുറച്ച് സീനിൻ്റെ ഡ്യൂറേഷൻ ചില ഇതെല്ലാം കൂടുതലുണ്ടാകും, കുറച്ചു എന്നുള്ള രീതിയിൽ. പിന്നെ ഇപ്പോൾ ഇമോഷൻസിൻ്റെ ഏറ്റവും കുറേ ഇമോഷൻ ഏരിയാസ് ഉണ്ട് ആ സീൻ്റെ. അപ്പോൾ അജയൻ്റെ ആ ചില ഏരിയാസ് ഓക്കെ ഇത്ര ഇമോഷനിൽ ഓൾറെഡി നമ്മൾ ഇമോഷൻ കാണിച്ചു, പിന്നെയും നമ്മൾ ഈ ഒരു ഇമോഷൻ കാണിക്കേണ്ട ആവശ്യമുള്ളതെന്ന് അവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം പക്ഷെ ആ കട്ട് ചെയ്യുന്നതെല്ലാം എനിക്ക് ഭയങ്കര കഷ്ടമായിരുന്നു. എന്താ പറഞ്ഞാൽ ആസിൻ്റെ ചോദിച്ചോ കിട്ടില്ല പെർഫോമൻസ് എല്ലാം ഉള്ള സ്ഥലം ഉണ്ടായിരുന്നു, വേറെ ഉണ്ടായിരുന്നു. പക്ഷേ ചോദിച്ചോ ആസിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെന്തായി എന്നുള്ള. ആസിക്ക് എന്താ പറഞ്ഞാൽ അത് നല്ലൊരു ഏരിയ ആണ്. പക്ഷേ ഓക്കെ ഒബ്വിയസ്ലി നമുക്ക് ടോട്ടാലിറ്റിയിൽ നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഡക്റ്റ് നന്നാണെന്നുള്ളതാണ്. അപ്പോൾ അത് ആസിയും നല്ല ബോധ്യമുള്ള ആളാണ്. എന്താ പറഞ്ഞാൽ അയാൾക്കറിയാം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ടോട്ടൽ ഒരു പടത്തിന് വേണ്ടിയിട്ടുള്ള ഗുണത്തിന് വേണ്ടി അതൊന്നും ടെൻഷനില്ല. വാട്ട് നെക്സ്റ്റ് എന്നുള്ള ചോദ്യങ്ങളും ഉയർന്നു തുടങ്ങിയിട്ടുണ്ടാവില്ല. അത് നന്നായിട്ട് പല ആൾക്കാരും ചോദിച്ചു തുടങ്ങി. ചോദിച്ചോ? ഒബ്വിയസ്ലി ചോദിച്ചു. നമ്മൾ എന്തായാലും നമ്മൾ പ്ലാൻസ് ഉണ്ട്, അതെല്ലാം നെക്സ്റ്റ് ഇനി പറയാം. നെക്സ്റ്റ് ആ ഫുട്ബോൾ കഥ പൊടി തട്ടി എടുക്കാനുള്ള ഒരു അയ്യോ അത് എനിക്കറിയില്ലടോ. അത് എന്ന് പറഞ്ഞാൽ ഒന്നെന്ന് പറഞ്ഞാൽ പൊടി തട്ടി എടുക്കാന്ന് പറഞ്ഞാൽ അതെല്ലാം കുറേ ഇനി മാറ്റണം. അതിൻ്റെ ഒരു ചാമുണ്ടല്ലോ, ആ സമയത്തുള്ള ചാം ഇനി ഞാൻ വായിക്കുമ്പോൾ കിട്ടുമോന്നറിയില്ല. അപ്പോൾ ആ സമയത്തുള്ള എനർജിയാണ് നമ്മൾ അതാണ് ആസിക്ക് വേണ്ടി തന്നെ ഇങ്ങനെ മനസ്സിൽ വെച്ച് എഴുതിയതായിരുന്നു ശരിക്കും ആ സിനിമ? അങ്ങനെ അല്ലല്ല, അങ്ങനെ മനസ്സിൽ വെച്ചിട്ട് എഴുതിയല്ല. ലാസ്റ്റ് ആസിഫിലേക്ക് ഓക്കെ ആസി ചെയ്താൽ നന്നായിട്ടുണ്ടാവും എന്നുള്ള വന്നതാണ്. അങ്ങനെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കിഷ്കിന്താണ്ടം തിയേറ്ററിൽ ഭയങ്കര സക്സസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് ആളുകൾക്ക് സമ്മാനിക്കുന്നത് വേറെ രീതിയിൽ. എനിക്കൊക്കെ ഞാൻ കണ്ടിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആസിക്കനെ നോക്കാൻ ഇങ്ങനെ ഭയങ്കര ഇതായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മുടെ മൈൻഡിൽ തങ്ങി നിൽക്കുന്ന ചില ക്യാരക്ടേഴ്സും ചില സിനിമ പോലെ തോന്നിയിട്ടുള്ള സിനിമയായിരുന്നു കിഷ്കിന്താണ്ട. അപ്പോൾ ഒരുപാട് പേർക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാ വിധത്തിലുള്ള വിജയ ആശംസകൾ നേരുകയാണ്. അപ്പോൾ ഇനിയും ഒരുപാട് നല്ല നല്ല സിനിമയായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.